ഗീതാസ് ഭക്തിഗീതത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രയാഗ്രാജിൽ ഗംഗാസ്നാനത്തിന് വന്നതാണ്. വിചാരിക്കാതെ അതിമനോഹരമായിട്ടും ഗംഭീരമായിട്ടും വളരെ പ്രാവശ്യം ഗംഗയിൽ സ്നാനം ചെയ്യുവാനും അതേമാതിരി താമസത്തിന് ചിന്തിക്കാത്തത്ര വളരെ സൗകര്യമുള്ള ടെൻറ്റ് ലഭിക്കുകയും ചെയ്തു. ആ സന്തോഷം എല്ലാവരെയും. ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റ് ഇപ്രകാരമാണ്. ഓരോ ടെൻറ്റും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ടെൻറ്റാണ്. അതല്ലാതെ നടുവിൽ ധാരാളമായിട്ട് ഇരിക്കുവാനും റിക്രിയേഷനുമുള്ള സ്ഥലമുണ്ട്. ഒത്ത നടുവിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജ ചെയ്യുന്നതിനായിട്ട് അഗ്നി കുണ്ഡമുണ്ട്. അവിടെ രാവിലെ 6 മണി മുതലും വൈകുന്നേരം 6 മണി മുതലും എല്ലാ ദിവസവും പൂജയുണ്ട്, ഹോമങ്ങളുണ്ട്. ഹോമത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഈ കാണുന്നത്. ചുറ്റോട് ചുറ്റും വച്ച് വളരെ ഗംഭീരമായി അതിമഹത്തരമായിട്ട് ഇവിടെ നിത്യവും കാശി വിശ്വനാഥനെ പൂജിക്കുന്നുണ്ട്. ആ പൂജാ സാധനങ്ങളും പൂജാ സംഗ്രഹങ്ങളുമാണ് നിങ്ങൾ കാണുന്നത്. ചുറ്റോട് ചുറ്റും ടെൻറ്റ്, അതിൻ്റെ ഒത്ത നടുവിൽ ഇങ്ങനെയൊരു പൂജാ ഹാള്, പൂജയ്ക്ക് ചുറ്റും അതിനുശേഷം ഒരു വലിയ ഹാള് പ്രകാരം ചുറ്റും സോഫ, കസേലകൾ, വിശാലമായ ഭക്ഷണശാല. ഭക്ഷണം എല്ലാ ഗസ്റ്റുകൾക്കും ധാരാളമായിട്ട് ഭക്ഷണശാല തന്നെ അതിഗംഭീരമാണ്. ഇപ്രകാരം എല്ലാ സൗകര്യവുമുള്ള ഒരിടത്തിലാണ് താമസിക്കാൻ സാധിച്ചത്. നടുവിലൊരു ഹോമം, ചുറ്റും 4 ഹോമകുണ്ഡങ്ങൾ, അതല്ലാതെ ചുറ്റോട് ചുറ്റും ഹോമകുണ്ഡങ്ങൾ. ഇപ്രകാരമാണ് ഇവിടെ മൂർത്തിയെ തുണിയൊഴിച്ച് മറച്ചിരിക്കുകയാണ്. ഓരോ ഹോമം കഴിഞ്ഞതിന് ശേഷവും മൂർത്തി കാശി വിശ്വനാഥൻ്റെ പുരി ജഗന്നാഥനോ മാതിരിയുള്ള ഒരു കൃതമാണ് ഇവിടെയുള്ളത്. പാർക്കിങ്ങിനും വളരെയേറെ സൗകര്യമുണ്ട്. മോദി എന്ന വ്യവസായിക ആത്മീയ പ്രമാണിയുടെ ആണ് ഇത് പ്രകാരം നടത്തുന്നത്. ഭക്ഷണം പുറത്തിരുന്ന് കഴിക്കുവാൻ മേശകളും കസേലകളുമുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് കാണാം. ചുറ്റും വിളക്കലങ്കാരങ്ങൾ അതിമനോഹരമാണ്. ഇപ്പോൾ ഉച്ച സമയമായതിനാൽ വിളക്കിൻ്റെ ഇത് മനസ്സിലാവുന്നില്ല. എല്ലാം തുണി കൊണ്ടും ടെൻറ്റിൻ്റെ തുണി കൊണ്ടും മറ്റുമുണ്ടാക്കിയതാണ്. ഇവിടെ നിന്നും പോകുമ്പോൾ എല്ലാവരും എല്ലാം എടുത്ത് കളഞ്ഞ് ഇവിടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം അത്രേ പോകാൻ. ഓരോ ടെൻറ്റിനും അറ്റാച്ച് ചെയ്ത് നല്ല വിശാലമായ ബാത്റൂമും ഗീസറും മറ്റുള്ള എല്ലാ സൗകര്യവും കൂടിയിട്ടുള്ള വാഷ്റൂം തന്നെ ഉണ്ട്. ഭക്ഷണശാലയും അതിഗംഭീരമാണ്. കാണാനും വളരെ വിശാലമായിട്ടുള്ള ബുഫേ ടൈപ്പ് ഭക്ഷണങ്ങളുള്ള അതിഗംഭീരമായ ഭക്ഷണശാലയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഭക്ഷണശാല. ഭക്ഷണശാലയിൽ നല്ല ഭക്ഷണം എപ്പോഴുമുണ്ട്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരങ്ങളിലും എല്ലാം ഭക്ഷണം ധാരാളമായിട്ട് എന്തൊക്കെ വേണമോ എപ്രകാരം വേണമോ അവനവന് വേണ്ടത്. വെജിറ്റേറിയൻ ആണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് ഭക്ഷണശാല. ടെൻറ്റ് കൊണ്ടുള്ളതാണെങ്കിലും നമുക്ക് കണ്ടാൽ മനസ്സിലാകില്ല. അതിഗംഭീരമായിട്ട് പൂക്കളെ കൊണ്ടും മറ്റും അലങ്കരിച്ച് നല്ല കസേലകളും മേശകളും മേശക്കവറുകളും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണശാലയാണ്. ഗംഗാ സ്നാനവും അപ്രകാരം തന്നെ വളരെ നന്നായി. ഇന്ന് ഇവിടെ ബോട്ടിൽ പോയിട്ടുള്ള സ്നാനമുണ്ടായിരുന്നില്ല. ഓരോരുത്തരും വന്ന് താമസിച്ച് 2-3 ദിവസം താമസിച്ചിട്ട് ചിലരൊക്കെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള കൂട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പാർക്കിങ്ങും വളരെ ഗംഭീരമായിട്ടുള്ള പാർക്കിങ്ങുണ്ട്. അഗ്നി ഇതിലൂടെ ഒരു വണ്ടി എപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കാൺപൂരിൽ കോഴിക്കോട് നിന്നും ഹൈദരാബാദ് പോയി, ഹൈദരാബാദിൽ നിന്നും ലക്നൗ വന്ന്, ലക്നയിൽ നിന്നും ടാക്സി പിടിച്ചാണ് ഇവിടെ വന്നത്. ടാക്സി ഓടിച്ച കുട്ടി വളരെ നല്ലൊരു പരിചയക്കാരനായതിനാൽ ഒരു വിഷമവുമില്ലാതെ ഇവിടെ വരെ
നടന്ന് ഒട്ടും നടക്കാതെ തന്നെ ഗംഗയിൽ പോയി സ്നാനം ചെയ്യുവാനും സാധിച്ചു. 1 കിലോമീറ്റർ പോലും നടന്നില്ല. ഇതാണ് പരിപാടികൾ നടത്തുന്ന ഹാൾ. ഇവിടെ വെച്ച് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പരിപാടി, അത് കേൾക്കാൻ ധാരാളം ജനങ്ങളും ഇവിടെ സ്നാനത്തിന് വരുന്ന ജനങ്ങളും വന്നിരിക്കുന്നുണ്ട്. ഇതും ഈ ഞങ്ങൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. ആകെ മൊത്തം എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അപ്രകാരം തന്നെ വളരെ നല്ല ഗംഗാ സ്നാനവും ഞങ്ങൾക്ക് ലഭിച്ചു. ഇവിടത്തിൻ്റെ രാത്രിയത്തെ അലങ്കാര വിളക്കുകളോട് കൂടിയിട്ടുള്ളത് ഇന്ന് പുലർച്ചയ്ക്ക് എത്തിയപ്പോൾ എടുത്തിട്ടുണ്ട്. ലോക്കലായിട്ട് എല്ലാം അറിയാവുന്ന ഡ്രൈവറായതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനും വിഷമമുണ്ടായിട്ടില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് സാധിച്ചു. ആ ഭഗവാന്റെ കൃപ എന്നല്ലാതെ പറയുവാൻ മറ്റു വാക്കുകളില്ല. എല്ലാവർക്കും വേണ്ടി ആ ഗംഗാസ്നാനം ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗംഗാദേവീ നമഃ. ഓം ശ്രീ ഗംഗാമാതായേ നമഃ. ഓം ത്രിവേണി സംഗമായ നമഃ. ഓം തത്സത്.